ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറേ കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. കുറേ പേര് ഇതുപോലെ ഫൈനാൻഷ്യൽ ഫ്രോഡിലും അതുപോലെ തന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ആപ്പ്, അതായത് ലോൺ ആപ്പിലൊക്കെ പോയി പെട്ടിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിപ്ലൈ കൊടുത്ത് മടുത്തു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു 99% അല്ലെങ്കിൽ 95% സെയിം സാധനങ്ങളാണ് വരുന്നത്. വെച്ചാൽ സെയിം ഫ്രോഡ് സാമ്പിളത്തിൽ പോയിട്ട് പെടുന്നിട്ട് 25,000 രൂപ 80,000 രൂപ 1,00,000 രൂപയൊക്കെ ഫേക്ക് ആയിട്ടുള്ള ട്രേഡിങ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ട് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ലോണ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ കുറേ എന്താ പറയുക സാധനങ്ങൾ ഓർഡർ ചെയ്ത് കിട്ടാണ്ട് അങ്ങനെ കുറേ ഫ്രോഡ് ആപ്പുകളൊക്കെ പോയി പെട്ടിട്ട് പിന്നെ അതിന് എന്താ പറയുക സൊല്യൂഷൻ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, ഇതിൻ്റെ കുറിച്ചൊരു അറിവ് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണത്. കുറേ പേർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാണുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം ഈ എന്താ പറയുക ഡെയിലി വ്ളോഗ്സും അതുപോലെ തന്നെ എന്താ അടുത്ത വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ കാണലൊക്കെ പണി, ഈ സീരിയൽ കാണുന്ന പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടിരുന്നവർ കഴിഞ്ഞിട്ട് ഇതുപോലെ ടെക് ന്യൂസ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസ് ഇങ്ങനത്തെ സംഭവമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഫൈനാൻസ് സംഭവം എന്ന് വെച്ചാൽ കാശില്ലാണ്ട് ഒന്നും നടക്കില്ല നമ്മുടെ ഇവിടെ. അപ്പോൾ ഈ സംഭവത്തിലത്തെ ഇതിൻ്റെ ഇൻഫോർമേറ്റീവ് ന്യൂസൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചാനലുകൾ ഇതുപോലത്തെ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടം പോലെ നമുക്ക് ഫൈനാൻഷ്യൽ ന്യൂസും സംഭവങ്ങളൊക്കെ തരുന്ന ഫൈനാൻഷ്യൽ ഫ്രോഡുകളെ കുറിച്ച് പറയുന്ന ഇഷ്ടം പോലെ ന്യൂസുകളുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഫ്രോഡുകളിലൊക്കെ എത്ര വീഡിയോ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് ഒരു അത്ഭുതം കാണുന്നത്. ഇത്ര അധികം സെയിം ആണ്. പണ്ട് ഇപ്പോൾ എനിക്ക് 1.5-2 കൊല്ലമായിട്ടുള്ള നടക്കുന്ന ഫ്രോഡുകളും സംഭവങ്ങളൊക്കെ ഇപ്പോഴും അതേ തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഇഷ്ടം പോലെ ആൾക്കാർ പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ടെക് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ കണ്ടന്റ്സ് ഒക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് വെക്കുക, ഫാമിലീസൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഡെയിലി വ്ളോഗ്സ് അതേപോലെ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊന്നും കാണണ്ടെന്നല്ല, പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ, ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇൻഫർമേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതേപോലത്തെ വൻ കുഴിയിൽ പോയി പെടും. പിന്നെ എന്താ പറയുക, ഒരു ജീവിതകാലം ഫുൾ എടുത്ത് ചിലപ്പോൾ കഴിയാത്ത അത്രയും ഫ്രോഡിലൊക്കെ പോയി പെട്ടും. ചിലവർക്ക് 50 ലക്ഷമൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഫ്രോഡിലൊക്കെ പോയിട്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് എന്താ വെച്ചാൽ ഇപ്പം ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇതുപോലെ തന്നെ സൈബർ ഫ്രോഡ്സുകൾ അല്ലെങ്കിൽ ഹാക്കേഴ്സൊക്കെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അറിയാം. എന്ന് വെച്ചാൽ അവർ 100 പേരെ നോക്കി ഒരു ദിവസം 100 പേരെ ടാർഗറ്റ് ഉണ്ടായിരിക്കും. അതിൽ മിക്കത് ഒരു 50% അല്ലെങ്കിൽ 50 ആൾക്കാർ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഫർമേഷൻ ഇല്ലാത്തതിന് അല്ലെങ്കിൽ അറിവില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ഇതുപോലത്തെ കണ്ടന്റ്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ സപ്പോർട്ടും വേണം, എന്നാലും നമുക്കിത് നമ്മളിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അധികം ചാനൽസ് ഒന്നും ഫൈനാൻഷ്യൽ ഇപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് പോലെ ഒന്നും അധികം ഇൻഫർമേഷൻ തരുന്ന ചാനൽസ് നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ കുറവാണ്. എന്ന് വെച്ചാൽ ആൾക്കാരധികം കാണുന്നില്ല. അപ്പോൾ നോർമലി ആൾക്കാർ കാണുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ്സ് ഒന്നും ആരും ഇടില്ലല്ലോ. എന്ന് വെച്ചാൽ അവർക്കും അവരുടെ സമയനഷ്ടമാണ്. അപ്പോൾ എൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഡെയിലി ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷെ അതേപോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല. എല്ലാവരും ഇപ്പം സാധാരണ എല്ലാ ആൾക്കാരെയും പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസി ലൈഫിലാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ കണ്ടന്റ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഓൾമോസ്റ്റ് 2 ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3ാമത്തെ ചാനൽ നമ്മൾ ടെക് ന്യൂസും ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ ഇതുപോലത്തെ ന്യൂസുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ, മറക്കണ്ട.